എല്ലാവർക്കും ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം തന്നെ ഡേ ബ്ലൂമേഴ്സാണ്, അതായത് നൈറ്റ് ബ്ലൂമേഴ്സ് ഒന്നും തന്നെ ഇല്ല. എല്ലാം നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്ത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും തന്നെ നമ്മൾ കൊറിയറുകളെല്ലാം അയക്കുന്നതാണ്. നമ്മൾ DTDC വഴി മാത്രമാണ് കൊറിയർ അയക്കുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഗൂഗിൾ പേ, അക്കൗണ്ട് ട്രാൻസാക്ഷൻ വഴി നിങ്ങൾക്ക് ഫോൺ പേയും ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് ക്യാഷ് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇലയിൽ നിന്നും തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റീസും ട്യൂബറിൽ നിന്നും തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റീസും നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓരോ വീഡിയോയിലും കൃത്യമായി പറയുന്നുണ്ട്, ഓരോ വെറൈറ്റി കാണിക്കുമ്പോഴും. കേരളത്തിനകത്ത് മാത്രമേ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അയക്കത്തുള്ളൂ. കേരളത്തിന് വെളിയിൽ എവിടേക്കായാലും നമ്മൾ ട്യൂബർ പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. ട്യൂബർ പ്ലാന്റ്സ് ആകുമ്പോൾ നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഡിലേ, അതായത് നിങ്ങൾക്ക് കിട്ടാൻ 1, 2, 3 ദിവസം വൈകിയാൽ പോലും നിങ്ങളുടെ പ്ലാന്റ് നിങ്ങൾക്ക് നല്ല സേഫായിട്ട് തന്നെ കിട്ടും. അതിൻ്റെ അടിയിൽ അതിൻ്റെ കിഴങ്ങുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും പ്ലാന്റ് നഷ്ടപ്പെട്ടു പോവില്ല. ആമ്പലുകൾ നമുക്ക് 2 വിധത്തിൽ നട്ടുവയ്ക്കാം. ഇതുപോലെ പോട്ടിൻ പോട്ടായിട്ടും പിന്നെ നമുക്ക് ഒരു വലിയ ടബിൽ മണ്ണൊക്കെയിട്ട് നേരിട്ടും നമുക്ക് നട്ടുവയ്ക്കാം. നിങ്ങൾക്ക് കൂടുതൽ കാലം നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കാണുകയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോട്ടിൻ പോട്ട് ചെയ്യാതെ ടബിലേക്ക് നേരിട്ട് നട്ടുവയ്ക്കുന്നതാണ് നല്ലത്. പല വെറൈറ്റീസിൻ്റെയും 2, 3 പ്ലാന്റ്സുകളൊക്കെ മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർഡർ നിങ്ങൾക്കായി മാറ്റി വയ്ക്കണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇന്ന വാട്ടർ ലില്ലീസൊക്കെ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്കത് കൊറിയർ നിർബന്ധമായും അയക്കണമെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ നിങ്ങൾ അഡ്രസ്സും പേയ്മെൻറ്റും ചെയ്തു വയ്ക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ ചോദിച്ച പ്ലാന്റ് നിങ്ങൾക്കായി മാറ്റി വയ്ക്കത്തുള്ളൂ. നിങ്ങൾ പ്ലാൻസൊക്കെ ചോദിച്ച് പേയ്മെൻ്റ് ഒന്നും ഇടാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് വന്ന് ചോദിക്കുമ്പോഴേക്കും ആ പ്ലാൻസ് നിങ്ങൾക്ക് തരാൻ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അത് സെയിലായി പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കൊറിയർ എപ്പോഴാണ് കിട്ടുന്നത് അന്ന് തന്നെ നിങ്ങൾ വാട്ടർ ലില്ലിയൊക്കെ നട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ വീഡിയോയിൽ കാണിച്ച പല ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെയും ട്യൂബർ പ്ലാന്റ്സ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇസ്ലാമൊറാഡ ഇലയിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്, അതായത് വിവിപാരസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബ്ലൂ വിസിൽ, ഇതും ഇലയിൽ നിന്നും തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ വലിയ പ്ലാന്റ് നമ്മൾ 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തതും ഒരു വിവിപാരസ് വെറൈറ്റി തന്നെയാണ്, മൈക്രാന്ത ബ്ലൂ. അതിൻ്റെ ഈ വലിയ പ്ലാന്റ് നമ്മൾ 120 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കീ ലാർഗോ, ഇതും ഇലയിൽ നിന്നും തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് റെഡ് ആലി, ഇത് കിഴങ്ങിൽ നിന്നും തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂക്കളുടെ അടിഭാഗത്തായിട്ട് ഒരു ലീഫ് പോലെ വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അത് 120 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇന്നസെൻസ്, നല്ല ഭംഗിയുള്ള വെള്ളപ്പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണിത്. ഇത് ഇലയിൽ നിന്നും തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ വലിയ പ്ലാന്റ് നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ട്രോപ്പിക്കൽ സൺസെറ്റ്, ട്യൂബറിൽ നിന്നും ഇലകളിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ ബഡുള്ള ഈ പ്ലാന്റ്, ഇതിൽ 2 പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റ് നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കൂടുതൽ നമുക്ക് ട്യൂബറിൽ നിന്നുമാണ് തൈകൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റും സെയിം റേറ്റ് തന്നെയാണ്. പർപ്പിൾ ഡയമണ്ട്, കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി. ഇത് ഒരു ഓസ്ട്രേലിയൻ വാട്ടർ ലില്ലിയാണ്. നമ്മുടെ സാധാരണ വാട്ടർ ലില്ലീസിന്റെ പൂക്കളിൽ നിന്നും ഇലകളിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇതിന്റെ പൂക്കളും ഇലകളും ഒക്കെ വരുന്നത്. വെറൈറ്റി, ഇതിന്റെ ട്യൂബർ പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിങ്ക് സുവാന, പെറ്റൽസിൽ ചെറിയ ലൈൻസ് ഒക്കെ പോലെ വരുന്ന വെറൈറ്റീസ് ആണ് സുവാന. ഈ ബഡുള്ള വലിയ സെയിം പ്ലാന്റ് 330 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഋഷി, ഇതും കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ആൾട്രാൻസ് അല്ലെങ്കിൽ കളർ ചേഞ്ചിങ് വാട്ടർ ലില്ലി എന്ന് കൂടി വിരിഞ്ഞ് ആദ്യത്തെ ദിവസങ്ങളിൽ നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലും പിന്നീട് അങ്ങോട്ട് കളർ ചേഞ്ച് ചെയ്ത് ഒരു പിങ്ക് കളറിലും വരുന്ന വാട്ടർ ലില്ലിയാണിത്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ് 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബുൾസൈ,
ഡാർക്ക് മജന്ത ഷെയ്ഡിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ്. ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി. അതിൻ്റെതായി സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ഉണ്ട്, ട്യൂബർ പ്ലാന്റ് ഉണ്ട്. അതൊക്കെ പീച്ച് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ്. ഈ ഒരു സെയിം പ്ലാന്റ് നമ്മൾ 270 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഈ സെയിം പ്ലാന്റ് 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മൾട്ടിപെറ്റലായിട്ട് വരുന്ന വെറൈറ്റിയാണ്. ആദ്യ ദിവസം നല്ല ജമന്തി പൂ പോലെ തിക്ക് പെറ്റൽസോട് കൂടി വരുന്ന ട്യൂബറിൽ നിന്നും തൈകൾ ഇതിന്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ഇത് നമ്മൾ 500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് അവൈലബിൾ ആണ്. നിമിത് മൈ ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 250 രൂപയ്ക്ക് കൊടുക്കുന്നു. ട്യൂബർ പ്ലാന്റും അവൈലബിൾ ആണ്. തവീക്കാൻ മൾട്ടിപെറ്റലായിട്ടുള്ള വാട്ടർ ലില്ലിയാണ്. അതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സബ്സോംബൂൺ കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഡാർക്ക് മജന്ത ഷെയ്ഡിൽ പൂക്കൾ നൽകുന്ന നടുക്ക് പെറ്റൽസിൻ്റെ നടുക്കായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് കൂടി വരുന്ന വെറൈറ്റിയാണ്. ഇത് നമ്മൾ 400 രൂപയ്ക്കാണ് ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ് കൊടുക്കുന്നത്. രത്സമീച്ച് ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബർ പ്ലാന്റുമാണ് കൊടുക്കുവാനുള്ളത്. 350 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഫൊയ്ത്തോങ് നല്ല പിങ്ക് കളറിൽ പൂക്കൾ നൽകുന്ന അതിൻ്റെ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു വാട്ടർ ലില്ലിയാണ്. ഇതിന്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത്. കിട്ടുന്ന വെറൈറ്റി. ഇതിന്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. മെർമെയ്ഡ് ഇത് ഒരു ഓസ്ട്രേലിയൻ വാട്ടർ ലില്ലിയാണ്. അതിൻ്റെ പൂക്കൾ കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയിലാണ് വരുന്നത്. ലീഫൊക്കെ നമ്മുടെ മറ്റു വാട്ടർ ലില്ലീസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് ആണ് കൊടുക്കുവാനുള്ളത്. 350 രൂപയ്ക്കാണ് നമ്മൾ ട്യൂബർ പ്ലാന്റ്സ് കൊടുക്കുന്നത്. ട്രസ് വരാങ് നല്ല ഡാർക്ക് ഷെയ്ഡിൽ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ വലിയ പ്ലാന്റ് ആണ്. ഇത് 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഹസബാദിൻ ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. നല്ലൊരു പീച്ച് ഷെയ്ഡും യെല്ലോ കളറൊക്കെ കൂടി വരുന്ന നല്ലൊരു ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സും ട്യൂബർ പ്ലാന്റ്സും കൊടുക്കുവാനുണ്ട്. 450 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പ്ലം ക്രേസി മൾട്ടിപെറ്റലിൽ നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് 500 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. റെഡ് ഡേസി ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് കൊടുക്കുവാനുണ്ട്. വേണ്ടവർ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇത് ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. സനം ചായ് ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് ആണ് കൊടുക്കുവാനുള്ളത്. 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ചിബ്ലോ ഇലയിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റേതായ ഈ വലിയ ഫ്ലവറിംഗ് പ്ലാന്റ് 130 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ചോമ്പു പാട്ര നല്ല മൾട്ടിപെറ്റലായിട്ട് വരുന്ന ഒരു വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് നമ്മൾ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മിയാമി റോസ് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്സ് 170 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ക്വാനരുൺ മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. വേണ്ടവരൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വൈറ്റ് സീക്രട്ട് നല്ല ജമന്തി പൂ പോലെ നല്ല കട്ട ഫ്ലവറായിട്ട് ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന ഈ വെറൈറ്റിയുടെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. ബഡ് പുഴു കടിച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. മക്കാൻ്റെ ട്യൂബർ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 550 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അനൻപോൺ ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് ആണ് കൊടുക്കുവാനുള്ളത്. ഹണി ഡ്യൂ ഇതിൻ്റെയും ട്യൂബർ പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത്. 500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഹാർമണി റിച്ചി ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി. അതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. ബ്ലാബർ മൗത്ത് ഇതിൻ്റെയും നമുക്ക് ട്യൂബർ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേണ്ടവർ വാട്സപ്പ് ചെയ്താൽ മതി. ഷിഫോൺ നല്ല വെള്ളപ്പഞ്ഞിക്കെട്ട് പോലെ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. വേണ്ടവരൊന്ന് വാട്സപ്പ് ചെയ്തോളൂ. വിചിത്ര നല്ല തിക്ക് പെറ്റലായിട്ട് വരുന്ന മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ ഒരു ട്യൂബർ പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ പറയാം കേട്ടോ. മുക്കട ഇതും നമുക്ക് ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെയും ട്യൂബർ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് നമ്മൾ വാട്സപ്പിൽ പറയുന്നതായിരിക്കും. അത്യാവശ്യം റേറ്റ് ഉള്ളൊരു വെറൈറ്റി തന്നെയാണിത്. നദ ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കുവാനുള്ളത്. ചാരോൺ ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് ആണ് കൊടുക്കുവാനുള്ളത്. ആവശ്യമുള്ളവർ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. സ്റ്റാർ ഓഫ് സിയാം
ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഒരു നല്ല പ്രത്യേക കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് ആണ് കൊടുക്കുവാനുള്ളത്. 200 രൂപയാണ്. പാപ്രോൺ പിങ്ക്, ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പർപ്പിൾ നഗ്വാങ്, ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് നമ്മൾ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സിപ്പാങ് പായ്, ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി തന്നെയാണിത്. ഇതിൻ്റെ റേറ്റ് നമ്മൾ വാട്സപ്പിൽ പറയുന്നതായിരിക്കും. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആൽബർട്ട് ഗ്രീൻബർഗ്, ഒരു ഓറഞ്ച് ഷെയ്ഡിൽ പീച്ച് കളറോടുകൂടി വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് നമ്മൾ 180 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സ്പൈറൽ ഗാലക്സി, ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു ഡാർക്ക് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. ഇത് ഒരു സീഡ്ലിംഗ് ആണ്. ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്സ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 130 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്ലാന്റിനെയാണോ പറയുന്നത് എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് അത് ഫ്ലവർ ചെയ്ത് അത് കൂമ്പിയതിന് ശേഷം അതിൽ വിത്തുണ്ടായി, അതിൻ്റെ വിത്ത് നമ്മളെ വെള്ളത്തിൽ വീണ് അത് മുളച്ച് തൈകളുണ്ടായി അതിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് സീഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സ് ആണ് കൊടുക്കുവാനുള്ളത്. ഇതും ഒരു സീഡ്ലിംഗ് ആണ്. ഈ ഒരു സീഡ്ലിംഗും നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് കാണിക്കുന്നതാണ് കേട്ടോ. ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തത്. റേച്ചൽ പ്രസ്നൽ, ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെയും ട്യൂബർ പ്ലാന്റ്സ് ആണ് കൊടുക്കുവാനുള്ളത്. പന്യാവി, ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. ബൂങ്കിയൻ, ഇതും കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് നമ്മൾ 650 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 50-ലധികം വാട്ടർ ലില്ലീസ് ആണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെറൈറ്റി, ഏത് ട്യൂബർ പ്ലാന്റ് ആണോ ഫ്ലവറിംഗ് പ്ലാന്റ് ആണോ വേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.